ട്രൂ ടോക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ മണിപ്പൂർ സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുകയാണ്. ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലോകമെമ്പാടും നമ്മൾ മണിപ്പൂരിൻ്റെ സമാധാനത്തെ പറ്റി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനെപ്പറ്റി പലതും നമ്മൾ അറിയുന്നുണ്ട്. അപ്പം ആ ഒരു വിഷയത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ചില ദീർഘമാസങ്ങളായിട്ട് മണിപ്പൂരിൽ നിന്ന് കത്തുന്ന അനുഭവങ്ങളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ നടന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. പല ഇൻ്റർനാഷണൽ മീഡിയ അതുപോലെ തന്നെ നമ്മളെ ചില മീഡിയകളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ശ്രീ നരേന്ദ്രമോദിജി അവരുകൾ ട്രംപുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താനായിട്ട് പോയിരുന്നു, അത് അധികാരമേറ്റതിന് ശേഷം. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഗവൺമെൻറ്റിനോട് അറിയിക്കുകയുണ്ടായി, മണിപ്പൂരിൻ്റെ വിഷയം ഒന്ന് പരിഹരിക്കണം, അതിനൊരു ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണം. അങ്ങനെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അമേരിക്ക പറഞ്ഞത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. കാരണം ലോക പോലീസായിട്ട് നിൽക്കുന്നത് അമേരിക്കയാണ്. മാത്രമല്ല ഈ അമേരിക്ക ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ അവരുടെ ശരിക്കുള്ള ഫണ്ടിങ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. അപ്പോൾ പൊളിറ്റിക്കലി ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പോൾ മണിപ്പൂർ സ്റ്റേറ്റ് ഭരിച്ചുകൊണ്ടിരുന്ന ചീഫ് മിനിസ്റ്ററോട് അമിത്ഷാ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇന്ന് രാജി എഴുതി മേടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം മണിപ്പൂരിൽ ഗവർണർ ഭരിക്കാനായിട്ട് തുടങ്ങി. ആ ഗവർണറാണ് ഇപ്പോൾ ആ സ്റ്റേറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത്. ഒരുപാട് നമ്മുടെ ക്രിസ്ത്യ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇപ്പോഴ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത മണിപ്പൂർ ശാന്തമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഒരു പോസിറ്റീവ് ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് കോടാനുകൂടി ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. അത് കൂടാതെ തന്നെ അമേരിക്കയിലുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ശക്തമായ നിലപാടാണ് എടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം പറയുകയുണ്ടായി, പെട്ടെന്ന് തന്നെ അവിടെ അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് പറയുകയുണ്ടായി. സോ ആ കാരണത്താൽ ഒക്കെ പെട്ടെന്ന് തന്നെ സെൻട്രൽ ഗവൺമെൻറ് വേണ്ടപ്പെട്ട അധികാരികളോട്ട്, അതുമാത്രമല്ല അവർ ഈ കുക്കി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയും അതുപോലെ തന്നെ അവിടുത്തെ എതിർഭാഗത്തിൽപ്പെട്ട രണ്ട് കൂട്ടരെയും വിളിച്ചു വരുത്തി അവർ സമാധാന ചർച്ചകൾ നടത്തി. ഇന്ന് വരെ ഉണ്ടാകാത്ത കാര്യമാണ്. പക്ഷേ ട്രംപ് ഇതിനകത്ത് കയറി ഇടപെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ വേറൊരു ഫേസിലോട്ട് സംഭവം വന്നുകൊണ്ടിരിക്കുകയാണ്. മെയ്ത്തി കുക്കികളെ രണ്ടുപേരുടെ അവർ നേതാക്കന്മാരെ വിളിച്ച് സംസാരിച്ചു. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇന്ത്യയുടെ പല സ്റ്റേറ്റിലും കുക്കി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ വലിയ പ്രശ്നമുണ്ടായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ തിരിച്ച് അവരുടെ സ്റ്റേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറന്ന് പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അമേരിക്ക ലോക പോലീസായിട്ട് തന്നെ ഇന്ന് നിലകൊള്ളുകയാണ്. കാരണം അമേരിക്ക പിണക്കിക്കൊണ്ട് ഒരു രാജ്യത്തിനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ നോർത്ത് ഇന്ത്യയിലും മറ്റ് പല സ്റ്റേറ്റിലുമൊക്കെ ക്രിസ്ത്യാനികൾക്കെതിരെ ശക്തമായ പീഡനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല, ഏത് ഗവൺമെൻറ് ഭരിച്ചാലും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്ക പോലുള്ള ശക്തമായ രാജ്യം ഈ ലോകത്തുള്ളിടത്തോളം കാലം അടച്ച് ഇങ്ങനെ വെടിവെക്കാനും പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള രാജ്യങ്ങൾ കയറി ഇടപെടും, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഈ സമയങ്ങളിൽ മണിപ്പൂർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ട്രംപ് വരുന്നതിന് മുന്നമേ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അയഞ്ഞൊരു നിലപാടായിരുന്നു. ആ സമയത്തൊക്കെ മണിപ്പൂർ കത്തി ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് ഇടപെടുകയും പെട്ടെന്ന് തന്നെ അത് ചർച്ച ചെയ്യാനായിട്ട് അതിനുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു സമാധാനം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നുള്ള ഒരു ഉറച്ച നിലപാട് അവർ അറിയിക്കുകയുണ്ടായി. ഇതേപോലെയാണ്
ഉക്രൈൻ റഷ്യയുടെ ഭാഗത്തും പെട്ടെന്നൊരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരാനായിട്ടാണ് ഇപ്പം ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അമേരിക്ക ഈ കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ട് ഒരുപാട് ആശ്വാസമാണ്. ഞാൻ വിചാരിച്ച് ഇതൊക്കെ കൈവിട്ട് പോകുമെന്നൊക്കെയാണ് ചിന്തിച്ച്, കാരണം അത്രത്തോളം ഇതങ്ങ് വഷളായിരുന്നു. ഒരുപാട് പേര് നിമിത്തമായിട്ട് ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു, ഒരുപാട് പള്ളികളൊക്കെ ആക്രമിക്കപ്പെട്ടു. ലോകം മുഴുവനും ചർച്ച ചെയ്തതാണ്. പക്ഷേ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് വന്നു. എന്തായാലും നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കുറച്ചു മുമ്പ് ഞാൻ ഇൻ്റർനാഷണൽ മീഡിയയിൽ കണ്ട വാർത്ത അവിടെ സമാധാനം ഉണ്ടാകാനായിട്ട് പോകുന്നു എന്നുള്ളൊരു മെസ്സേജാണ്, ഒരു വാർത്തയാണ് ഞാൻ കേട്ടത്. ഓക്കെ, സോ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ, പാസ്റ്റർ കഴിഞ്ഞ ചില വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ദൈവം എഴുന്നേൽപ്പിച്ച 2 രാജ്യങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും. അങ്ങനെ പറയാനുള്ള ഒരു കാരണം? നമ്മളൊരു കുറേ എപ്പിസോഡിന് പുറകിലായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ദൈവം എഴുന്നേൽപ്പിച്ച 2 രാജ്യങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും. കാരണം ഈ 2 രാജ്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മനസ്സിലാകും, ഈ 2 രാജ്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗം എന്താ പറയുക മറ്റൊരു പ്രശ്നം കൂടാതെ നിലനിന്ന് പോകുന്നു. കാരണം ഒരുപാട് രാജ്യങ്ങളിൽ പീഡനങ്ങൾ, ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനങ്ങൾ നടക്കുമ്പം അമേരിക്ക ഡയറക്റ്റ് ഇടപെടാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ 2 രാജ്യത്തെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയും ഈ 2 രാജ്യങ്ങളെയും ദൈവത്താൽ തന്നെ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ എഴുന്നേൽപ്പിച്ച രാജ്യമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അമേരിക്കയുടെ ഡോളർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വി ട്രസ്റ്റ് ഇൻ ഗോഡ് എന്നതിനകത്ത് കാണാം. പ്രത്യേകിച്ച് ദൈവിക പ്രവർത്തനങ്ങൾക്കും ദൈവത്തിൽ അവർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു. ഒരു കാലഘട്ടത്തിൽ സുവിശേഷ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ വന്നുകൊണ്ടിരുന്ന രാജ്യമായിരുന്നു അമേരിക്ക. ഒരുപാട് മിഷണറിമാർ അനേക സ്ഥലങ്ങളിൽ അയച്ചിട്ടുണ്ട് ഈ രാജ്യം. അപ്പോൾ ആ രാജ്യങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നിലനിൽക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. ഇസ്രായേൽ ലോകം മുഴുവനും അവരുടെ ആൾക്കാർ ചിതറിപ്പോയി കഴിഞ്ഞപ്പോൾ ശേഷിച്ച ഒരു ചെറിയ കൂട്ടം ജനത്തെയാണ് അവിടം കൊണ്ടാണ് അത് തളർത്തേക്കുന്നത്, ഇന്ന് ഈ നിലയിലായിത്തീർന്നിരിക്കുന്നത്. നമ്മൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന സമയത്ത് യഹൂദനെ മൊത്തത്തിൽ കൊന്നൊടുക്കിയ അനുഭവങ്ങൾ ലക്ഷക്കണക്കിന് 60 ലക്ഷത്തിലധികം യഹൂദനെയാണ് ഹിറ്റ്ലറുടെ നാസി പട കൊന്നൊടുക്കിയത്. അപ്പം ഈ പോളണ്ടിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടുത്തെ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ അവരോട് കാണിച്ച ആ ഒരു വലിയൊരു എന്താ പറയുക ക്രൂരത. അപ്പം നമ്മൾ ചിന്തിക്കും എങ്ങനെ പിന്നത്തെ വലിയൊരു സമൂഹം നിലനിന്ന് പോകും. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയും പ്ലാനും പെട്ടതുകൊണ്ടായിരിക്കാം ചെറിയൊരു ശേഷിപ്പിനെ ദൈവം ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള യഹൂദനൊക്കെ ഒരുമിച്ച് ഒരു ദേശത്ത് വരികയും പിന്നീട് ഇത് തളർത്ത് ഇത്രത്തോളം ആയെന്നാണ് ഞാൻ കരുതുന്നത്. സോ നമ്മുടെ അവസാനത്തെ ചോദ്യം എന്ന് വെച്ചാൽ, ഈ അമേരിക്ക ലോക പോലീസായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെ അറിയപ്പെടാനുള്ള ഒരു കാരണം പറയാമോ? അത് അറിയപ്പെടാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അവർ ദൈവത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. വി ട്രസ്റ്റ് ഇൻ ഗോഡ് എന്ന് അവരുടെ കറൻസി പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യമാകട്ടെ, ഒരു ദേശമാകട്ടെ, ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം, അത്യുന്നതനായ ദൈവത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരു രാജ്യം തകർന്നു പോയിട്ടില്ല. അതാണ് നമുക്ക് നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അമേരിക്ക ഇപ്പം മിക്കവാറും ഉള്ള എല്ലാ രാജ്യങ്ങളും എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാം കയറി ഇടപെടുന്ന രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞു. സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായിട്ട് അത് വളർന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ കരുതൽ ശേഖരം, ഗോൾഡൊക്കെ ഏറ്റവും കൂടുതൽ US-ലാണുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഈ നമ്മുടെ ട്രംപിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഡോളറൊക്കെ വീണ്ടും ശക്തി പ്രാപിക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമ്പത്തിക മേഖലയിൽ ശക്തമായിട്ടൊരു വളർച്ച ഉണ്ടാകാൻ പോകും. ഇന്ത്യ ഉള്ള രാജ്യങ്ങൾ അവർ കോടാനുകോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകും. അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരേ ഒരു കാര്യം മാത്രമേ കാണുന്നുള്ളൂ, അത്യുന്നതനായ ദൈവത്തിലുള്ള വിശ്വാസവും പ്രതീക്ഷയാണ്. അപ്പം അതാണ് ആ രാജ്യത്തെ വളർത്തി വലുതാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോക പോലീസായിട്ട് ഇന്നും അത് നിലകൊള്ളാൻ കാരണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.